പ്രിയപ്പെട്ടവരെ, ഞാൻ അനിഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്താ ചാനലിൽ ഒത്തിരി ആളുകൾ പരാതിപ്പെട്ടു. ചിന്താ ചാനൽ സെർച്ച് ചെയ്തിട്ട് കിട്ടില്ല. ചിന്ത എന്നല്ല, ചിന്ത ഡ്യൂട്ടി ഫ്രീ എന്നാണ്. ചിന്ത ഡ്യൂട്ടി ഫ്രീ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ മറ്റ് കണ്ടന്റുകളൊന്നുമല്ല. ചിരിക്കാനും ഇത്തിരി ചിന്തിപ്പിക്കാനും ചിന്താ ചാനലിലൂടെ ഒരു ചെറുകഥ ഞാൻ പറയാം. ഒരു എൻ്റർടൈൻമെൻറ്റ് കഥ, ചിരിക്കാനും ചിന്തിക്കാനും. നമ്മൾ പ്രകൃതിയിൽ അഥവാ ഭൂലോകത്ത് രണ്ട് വർഗത്തെയാണ് ജഗനിയന്താവ് പടച്ചത്. അവനെ ആരാധിക്കാൻ വേണ്ടി പടച്ച രണ്ട് വർഗം. നമ്മൾ കാണുന്ന മനുഷ്യരും നമ്മൾ കാണാത്ത ജിന്നുകളും, രണ്ട് വർഗം. ഇതിൽ മനുഷ്യവർഗത്തിന് ആകാശം ഭൂമി അടക്കം മനുഷ്യവർഗത്തിൻ്റെ മനുഷ്യരുടെ അധീനതയിലാക്കിയിരിക്കുന്നു. അത് ഖുർആൻ തന്നെ പറഞ്ഞു, ആകാശത്തിലും ഭൂമിയിലുമെല്ലാം മനുഷ്യൻ്റെ കഴിവുകൾ മനുഷ്യൻ്റെ അധീനത്തിലാണ്. കടലിൽ കിടക്കുന്ന എവിടെയോ താനൂർ ഏതോ കടപ്പുറത്ത് കിടക്കുന്ന മത്തി വണ്ടി നമ്മൾ മുന്നിലെത്തുന്നത് അതൊക്കെ നമുക്ക് വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞു, കരയും കടലും അന്തരീക്ഷത്തിൽ വനയാത്രകൾ, വിമാനയാത്രകൾ, ഇപ്പോൾ ചന്ദ്രൻ, സൂര്യന്, ചൊവ്വ, ഗ്രഹങ്ങളിൽ, ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. എല്ലാ ജീവജാലങ്ങളും എല്ലാം മനുഷ്യന് വേണ്ടിയെന്ന് പറയാം. ഇപ്പോൾ കടലിലെ വലിയ വലിയ സംഭവങ്ങളായ വലിയ വലിയ കപ്പലുകൾ, പണ്ട് മുങ്ങിപ്പോയ കപ്പലിൻ്റെ പേരെന്താ, മറ്റേ ടൈറ്റാനിക് പോലെയുള്ള വലിയ വലിയ പടുകൂറ്റൻ വലിയ വലിയ ആഡംബര കപ്പലുകളൊക്കെ ഉള്ള കാലം. ഇതിലാണ് നമ്മുടെ ആഡംബര യാത്രകൾ. ഈ കപ്പലിനെ കുറിച്ച് ഒരു ചെറുകഥ, ചിരിക്കാനും ചിന്തിക്കാനുള്ള ഒരു കഥയാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോകത്ത് ആദ്യത്തെ കപ്പൽ എല്ലാവർക്കും അറിയാം. ആയിരക്കണക്കിന് വയസ്സ് വരെ ജീവിച്ച 950 വർഷത്തോളം ജീവിതം പ്രബോധനം നടത്തിയ നൂഹ് നബി എന്ന ഒരു പ്രവാചകൻ്റെ നിർമ്മാണത്തിലാണ് ആദ്യത്തെ കപ്പൽ. നൂഹ് നബി കാർപ്പൻ്ററായിരുന്നു, ആശാരിയായിരുന്നു. അത് നൂഹ് നബി ഇത്രയും 50, 60, 90 അല്ല 950 വർഷക്കാല പ്രബോധനം. അഥവാ നിങ്ങൾ മനുഷ്യരെ, ജനങ്ങളെ, അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ കണ്ണി കണ്ട പശുവിനെയും സൂര്യനെയും ചന്ദ്രനെയും അതുപോലെ തീയിട്ട് കണ്ട അതിനെയും അല്ലെങ്കിൽ പശുവിനെ മാറിട്ട് പശുവിനെയും ഈ കണ്ണിൽ കണ്ടതിന് നിങ്ങൾ സൃഷ്ടികളൊന്നും നിങ്ങൾ ആരാധിക്കരുത്. പടച്ചവനും നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും വായുവും ഭക്ഷണം തരുന്ന ഏക ഒരാളെ ആരാധിക്കണമെന്ന ആഹ്വാനം, നിർദ്ദേശവും സന്ദേശവും ഇതിലെ തബ്ലീഗും വർഷങ്ങളോളം 950 വർഷത്തോളം ചെയ്തിട്ടും നിരാശനായി. കാരണം വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ വിശ്വസിച്ചുള്ളൂ. അതിൽ പുറത്തുനിന്ന് വിശ്വസിക്കാതെ സ്വന്തം ചോരയിൽ പിറന്ന നൂഹ് നബിയുടെ പുത്രൻ കൻആൻ വരെ ഒഴിഞ്ഞു മാറിയെന്നു. മോശമായില്ലെങ്കിൽ കൻആനും കാഫിറായി ചത്തുപോയി എന്ന് പറയാം. അഥവാ വിശ്വസിച്ചില്ല. അപ്പോൾ അവിടെ ഒത്തിരി കാലം നബിയായിട്ട് പ്രബോധനം നടത്തി, ജനങ്ങളിൽ പ്രബോധനം നടത്തി, അള്ളാഹുവിൻ്റെ ആജ്ഞ കൽപ്പന പ്രകാരം പ്രബോധനം റബ്ബിനോട് നൂഹ് നബി പറഞ്ഞു, ഞാൻ പ്രബോധനം ചെയ്തൊരു കാര്യമില്ല, ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സന്ദേശം, പ്രവാചകരെ കപ്പൽ നിർമ്മിച്ചു. അങ്ങനെ മലമുകളിൽ, മലയിടുക്കിൽ കപ്പലിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ പോലും ഈ സ്വന്തം മകൻ കന്നാൻ പുറത്തു കഴിഞ്ഞു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം എല്ലാ ജീവജാലങ്ങളിലും ഒരു ഇണകളെ, ഈ വിരലുണ്ടാവുന്ന ജയിച്ച വിശ്വാസികളെയും കപ്പലിൽ കയറ്റി. അപ്പോൾ അവിടെയാണ് കപ്പലിൻ്റെ ചെറുകഥ, രസമുള്ള കഥയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. മലമുകളിൽ കപ്പലിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ ഈ ജനങ്ങൾ, അതുവരെ നീ പ്രവാചകനായിരുന്നു, നബിയായിരുന്നു, ഇപ്പോൾ നീ ആശാരിയായെന്ന് ചോദിച്ചു വളരെ വളരെ മ്ലേച്ഛമായ രീതിയിൽ പരിഹസിക്കുകയും പ്രഹസനം നടത്തുകയും ചെയ്ത ജനങ്ങൾ. നീ ആശാരിയായ ഇതുവരെ നബിയായിരുന്നു വളരെ മാനസികമായിട്ട് കുറ്റപ്പെടുത്തിയ ജനങ്ങൾ. നൂഹ് നബിയുടെ കപ്പലിന് വർക്കുകൾ അങ്ങനെ നടക്കുകയാണ്. ദൈനംദിന കപ്പലിൻ്റെ ഓരോ മോഡിഫൈഡ് വർക്കുകൾ നടക്കുന്നു. അങ്ങനെ കപ്പലിൽ പണി നടക്കുമ്പോൾ മലമുകളിലാണ്. അന്നത്തെ ഒരു കഥ എന്ന് പറഞ്ഞാൽ, ഈ ശത്രുക്കളായ ജനങ്ങൾ, വിശ്വസിക്കാത്ത ജനങ്ങളെല്ലാവരും അന്ന് കക്കൂസായി ഉപയോഗിച്ചത് ഈ കപ്പലായിരുന്നു.
ഒരാൾ രണ്ടാൾ പോയി അടുത്ത് ഓരോ ഗ്രാമവാസികൾ ഒന്നിച്ചൊന്നിച്ച് പോയി ഈ നൂഹ് നബിയുടെ കപ്പൽ, പ്രവാചകൻ്റെ കപ്പൽ ദൈനംദിനം കക്കൂസായിട്ട് ഉപയോഗിച്ചു. മലം കുന്നുകൂടി കപ്പലിനുള്ളിൽ. കപ്പലിൻ്റെ ആകൃതി നമുക്കറിയില്ല. കപ്പലിൽ വളരെ സുഖമാണ്, ആരും കാണില്ല. ആ കപ്പൽ, മലമുകളിൽ നിർമ്മിക്കുന്ന കപ്പൽ കക്കൂസായി ഉപയോഗിച്ച് മലം നിറച്ചു ശത്രുക്കൾ, അഥവാ വിശ്വസിക്കാത്ത മുസ്ലിങ്ങളല്ലാത്തവർ, വിശ്വാസികളല്ല. ഇവരിത് കണ്ടുകൊണ്ട് വളരെ വിഷമിച്ചു. കാരണം എങ്ങനെ അത് നിർമ്മിക്കാൻ, പണി പുരോഗമിക്കാൻ നടക്കില്ല. നിറയെ മലം കാഷ്ടിച്ച് ജനങ്ങൾ പരിഹസിച്ചു. അങ്ങനെ ആ ഗ്രാമവാസികൾക്ക് ഒന്നിച്ച്, ഈ കപ്പലിൽ കക്കൂസായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒന്നിച്ച് അതിമാറാവ്യാധിയായ ചൊറി പിടിച്ചു. സാധാ ചൊറിയല്ല, നമ്മൾ 1-2 ദിവസം കൊണ്ട് മാറുന്ന ചൊറിയോ, അങ്ങനെ വളരെ മ്ലേച്ഛമായ രൂപത്തിൽ മാന്തി ചൊറിഞ്ഞ് വൃണങ്ങളായി ചീഞ്ഞ് പൊട്ടി നാറി ശരീരം മുഴുക്കെ ചൊറികളായി. ആർക്ക്? ഈ കക്കൂസ് ആയി ഉപയോഗിച്ച, കപ്പൽ ഉപയോഗിച്ച എല്ലാവർക്കും. അങ്ങനെ അതിന് ഒരു പരിസമാപ്തി എന്നോണം ഈ കപ്പലിൽ അവസാനം ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് പോരുന്ന സമയത്ത് കപ്പലിൽ വീണു. ചരിത്രമാണ്, കഥയല്ല, കെട്ടുകഥയല്ല. ആ കപ്പലിൽ വീണു. അദ്ദേഹത്തിന് നിറയെ ചൊറികളും വൃണങ്ങളും, ആകെ കഠിനമായ ചൊറിയുള്ള വ്യക്തിയാണ്, ശരീരം മുഴുക്കെ, ഗ്രാമവാസികൾക്ക് മൊത്തം. ആ കപ്പലിൽ വീണുന്ന, കപ്പലിൻ്റെ ആകൃതി, കപ്പലിൽ വീണു എന്നല്ല, കപ്പലിൽ വീണ സ്ലോപ്പായ കപ്പലിൽ അദ്ദേഹം ഉരുണ്ട്. നമ്മളൊരു ബൈക്ക് വന്ന് ഉരുളൂടെ, എല്ലാ മാരും ഉരുണ്ടു. ഈ മലം ആകെ മേലെയായി ശരീരത്തിൽ മൊത്തം. അങ്ങനെ അദ്ദേഹം വീട്ടിൽ പോയി ശുചീകരണം ചെയ്തതിന് ശേഷം അത്ഭുതകരമായി ചൊറിയെല്ലാം മാറി. ശരീരത്തിന് വ്രണങ്ങളടയാലും ചൊറി മാറി, ചൊറിക്ക് ശമനം വന്നു. ഇവൻ ഈ വാർത്ത പുറത്തു വിട്ടു. ഞാൻ കപ്പലിൽ വീണു, എൻ്റെ മലം മേലെയായി, അശുദ്ധിയായപ്പോൾ എൻ്റെ ചൊറിയെല്ലാം മാറി. ഗ്രാമവാസികൾ ഒന്നടങ്കം വന്നുകൊണ്ട് ഈ മലം വാരി തേച്ചുകൊണ്ട് അവരുടെ ചൊറി മാറ്റി. രസകരമായ കഥയാണ്. പക്ഷേ ചിന്തിക്കാൻ, പ്രവാചകന്മാരെ തമ്പുരാൻ പരീക്ഷിക്കുന്നെങ്കിലും തമ്പുരാൻ്റെ രക്ഷ ഏതെല്ലാം രൂപത്തിലാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. ആ കപ്പലിലെ ഒന്നുമില്ലാതെ അത്രയും ക്ലീനായി തുടച്ചവർ മരുന്നായി ഉപയോഗിച്ച് അവരുടെ വ്രണവും ചൊറിയും അവർ മാറ്റി. ഇതാണ് ലോകത്തെ ആദ്യത്തെ ആഡംബര കപ്പൽ, ലോകത്തെ ആദ്യത്തെ കപ്പൽ നിർമ്മാണം. ആ കപ്പൽ നിർമ്മിച്ചിട്ടും സ്വന്തം മകനെ ആറ്റുനൂറ്റ് പല ആവർത്തി വിളിച്ചു. കെന്നാനോ പ്രവാചകൻ ഉപ്പയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ നിങ്ങളെ ദീനെ ഞാൻ വിശ്വസിക്കില്ല, നിങ്ങളുടെ മതത്തിൽ ഞാൻ വിശ്വസിക്കില്ല, നിങ്ങൾ അള്ളാഹുവിനെയും മുഹമ്മദ് നബിയെയും ഞാൻ അംഗീകരിക്കില്ല, നിങ്ങൾ പ്രവാചകനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ്, അങ്ങനെ അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം, നൂഹ് നബിയുടെ പ്രാർത്ഥന പ്രകാരം ഇന്ന് നമ്മൾ പേര് കേട്ട് തൂഫാൻ എന്ന വലിയ പ്രളയം വന്ന് വെള്ളം വന്ന് വീടുകളുടെ അടിയിലേക്ക് വന്നു. വെള്ളം വീടിൻ്റെ ഉത്തരത്തിലേക്ക് വന്നു. വെള്ളം പൊങ്ങി വീടുകളിൽ നിന്ന് ഓടി മരത്തിൽ കയറി. വെള്ളം പൊങ്ങി മരത്തിനു മീതിയായി മലയിലേക്ക് വെള്ളം പൊങ്ങി. ആ സമയത്തും കെൻആനിനെ ഉപ്പയായ പ്രവാചകൻ നൂഹ് നബി വിളിച്ചു, വന്നില്ല. ഓരോ പ്രവാചകന്മാർ ഓരോ പരീക്ഷണം, എത്ര വിഷമമുണ്ടാവും. സ്വന്തം ജനങ്ങളെ വിളിക്കുന്നു ഇസ്ലാമിലേക്ക്, സത്യത്തിലേക്ക്. അവരും പറയുന്നത് നിങ്ങളെ മകൻ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയാണ് വിരലെണ്ണാവുന്ന മാത്രം വിശ്വാസികൾ നൂഹ് നബിക്ക് കൂടിയത്. അങ്ങനെ മലമുകൾ വരെ വെള്ളം വന്നു. വെള്ളം അങ്ങനെ പൊങ്ങി വന്നു. നൂഹ് നബിയുടെ വിശ്വസിച്ച വിശ്വാസികളായ ആളുകൾ മാത്രം കപ്പലിൽ കയറി. അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരമുള്ള ജീവജാലങ്ങൾ, ബാക്കിയെല്ലാം തൂഫാൻ എന്ന മഹാലോകത്ത് വന്ന ഏറ്റവും വലിയ കൊടും പ്രളയത്തിൽ മലമുകൾ വരെ വെള്ളം ഉയർന്ന അള്ളാഹുവിൻ്റെ കൊടും പരീക്ഷണമെല്ലാം വെള്ളത്തിൽ അമർന്ന് അള്ളാഹുവിൻ്റെ പരീക്ഷണം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ലോകത്തെ ആദ്യത്തെ കപ്പൽ. നൂഹ് നബിയെ ഒരു ആശാരിയായിട്ട് അള്ളാഹു നിയോഗിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ആകാശവും അണ്ടകടാഹങ്ങളും കരയും കടലുമൊക്കെ മനുഷ്യൻ്റെ അധീനതയിലാക്കിയിരുന്നു. അതുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി ചിരിക്കാൻ ഒരു കഥ അവതരിപ്പിച്ചു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അനീഫ കട്ടുപ്പാറ. ഓക്കെ.